അടുത്തതായിട്ട് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി ആയിട്ടുള്ള കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ആണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ട്രാൻസിഷൻ മെറ്റൽസും അവയുടെ കോമ്പൗണ്ട്സും പല കെമിക്കൽ റിയാക്ഷൻസിൻ്റെയും കാറ്റലിസ്റ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന് കാരണം? ദിസ് കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഈസ് ഡ്യൂ ടു ദ എബിലിറ്റി ടു അഡോപ്റ്റ് മൾട്ടിപ്പിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒന്നിൽ കൂടുതൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള ടെൻഡൻസിയാണ് ഇവയെ ബെസ്റ്റ് കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. മാത്രവുമല്ല ഇവയുടെ സൈസ് വളരെ ചെറുതായതുകൊണ്ട് ഇവയ്ക്ക് സർഫസ് ഏരിയ വളരെ കൂടുതലുമാണ്. ഇനി ചില ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വനേഡിയം പെൻഡോക്സൈഡ് V2O5 ഇൻ കോണ്ടാക്ട് പ്രോസസ്. സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് മെത്തേഡായിട്ടുള്ള കോണ്ടാക്ട് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് വനേഡിയം പെൻഡോക്സൈഡ് അല്ലെങ്കിൽ V2O5 ആണ്. ഇതുകൂടാതെ ഫൈനലി ഡിവൈഡഡ് ആയിട്ടുള്ള അയേൺ ആണ് അമോണിയയുടെ മാനുഫാക്ചർ മെത്തേഡായിട്ടുള്ള ഹെയ്ബർ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. മാത്രവുമല്ല നിക്കൽ എന്ന മെറ്റൽ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ മെത്തേഡിൽ ഉപയോഗിക്കുന്നു. ട്രാൻസിഷൻ മെറ്റൽസ് ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം ട്രാൻസിഷൻ മെറ്റൽസ് കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്? ട്രാൻസിഷൻ മെറ്റൽസിന് പല ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് അക്വയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. മാത്രവുമല്ല ഇവിടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് സ്പീഡപ്പ് ചെയ്യുകയും ആക്ടിവേഷൻ എനർജി കുറച്ചുകൊണ്ട് റിയാക്റ്റൻസിന് വളരെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റായിട്ട് മാറാൻ സഹായിക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക? കാറ്റലിസ്റ്റിന് നല്ല സർഫസ് ഏരിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാറ്റലിസ്റ്റുകളുടെ സർഫസിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതുമാത്രവുമല്ല റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് കാറ്റലിസ്റ്റിൻ്റെ സർഫസുമായിട്ടൊരു ബോണ്ട് ഫോർമേഷൻ നടക്കുന്നു. ഇത് റിയാക്റ്റൻ്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നതിനും സഹായിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അയൺ 3 അല്ലെങ്കിൽ Fe3+ catalyzes the reaction between iodide and persulfate ions. അയഡൈഡ് അയോണുകളും പെർസൾഫേറ്റ് അയോണുകളും തമ്മിലുള്ള റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ത്വരിതപ്പെടുത്തുന്നത് അയൺ 3+ കാറ്റലിസ്റ്റ് ആണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് I- അയോണുകൾ I2 ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ അയഡിനായിട്ട് മാറുന്നു. പെർസൾഫേറ്റ് അയോണുകൾ സൾഫേറ്റ് അയോണുകളായിട്ട് മാറുന്നു. ഇവിടെ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് അയൺ 3+ ആണ് അല്ലെങ്കിൽ Fe3+ ആണ്. എന്തൊക്കെ റിയാക്ഷൻസ് ആണ് ഈ ഒരു കൺവേർഷനിൽ നടക്കുന്നത് എന്ന് നോക്കാം. Fe3+ കാറ്റലിസ്റ്റ് ഈ ഒരു റിയാക്ഷനിൽ ഉപയോഗിക്കുമ്പോൾ I- അയോണുകൾ Fe3+ കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവ തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് Fe3+ അയോണുകൾ Fe2+ ആയിട്ട് മാറുകയും അതുകൂടാതെ I- അയോണുകൾ അയഡിനായിട്ട് മാറുകയും ചെയ്യുന്നു. പിന്നീട് ഈ Fe2+ അയോണുകളാണ് പെർസൾഫേറ്റ് അയോണുകളെ സൾഫേറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് വീണ്ടും Fe3+ അയോണുകൾ റീജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ കാറ്റലിസ്റ്റിൻ്റെ ഒരംശം പോലും നഷ്ടപ്പെടുന്നില്ല. റിയാക്ഷൻ്റെ ഫലമായിട്ട് I2ഉം സൾഫേറ്റും കിട്ടുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിച്ച കാറ്റലിസ്റ്റ് Fe3+ അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്ന കാറ്റലിസ്റ്റും എത്രയാണോ നമ്മൾ എടുത്തത് അത്രയും തന്നെ റീജനറേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിൽ ഈ ട്രാൻസിഷൻ മെറ്റൽസിനെ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്.